അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 6ാം ക്ലാസ്സിലെ ദുറൂസ് മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങളുണ്ട്, അത് യോജിപ്പിച്ച് എഴുതുക. അഹിബുനി ബിഹുബില്ലാഹി വഅഹിബു, അതിനോട് യോജിച്ചത് അഹ്ല ബൈത്തി ബിഹുബി. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ഗീതം പാടി കഅബ റളിയല്ലാഹു അൻഹു. 3, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. 4, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അനുകരിക്കേണ്ടത്. 5, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമുൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. 6, വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. 2 പൂർത്തിയാക്കാം. 1, വറഹ്മതി വസിയത്ത് കുല്ല ഷൈഇൻ. 2, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. 3, ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. 4, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എന്റെ മേൽ കൂടുതൽ സലാത്ത് ചൊല്ലിയവരായിരിക്കും. 5, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും. 3, ഉത്തരം എഴുതാം. ഇഹ്സാൻ എന്നാൽ എന്ത്? നീ നിന്റെ രക്ഷിതാവിനെ മുന്നിൽ കാണും പോലെ ആരാധന നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 2, കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനെ സൂചിപ്പിക്കും? അവരുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3, നാം എന്ത് ലക്ഷ്യത്തിൽ ഇബാദത്ത് ചെയ്യണം? സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യമാണ് അവന്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിൽ. 4, മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ? സുബ്ഹ്, ഇശാഅ്. 5, എന്തിനാണ് അല്ലാഹു കൈ നീട്ടി കാത്തിരിക്കുന്നത്? നമ്മുടെ തൗബ പ്രതീക്ഷിച്ച്. 4, വ്യക്തമാക്കാൻ. ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്തവന്റെ ഉപമ ഉപയോഗശൂന്യമായ വീട് പോലെ. 2, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ കൂടുതൽ സുന്നത്തുകളും സലാത്തുകളും വർദ്ധിപ്പിച്ചാൽ. 3, അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ. 4, തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ്. 5, ശിർക്ക് ഇബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലും അള്ളാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കലും ആണ്. 5, പൂരിപ്പിക്കാം. ലാ യുക്മിനു അഹദുക്കും ഹത്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ രീതിയിലാണ് നാളെ പരീക്ഷ ഉണ്ടാവുക. നാളെ നടക്കുന്ന പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.